നമസ്കാരം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാന്റെ സൈനിക ആണവ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും തങ്ങളുടെ പരിധിക്ക് പുറത്തല്ലെന്ന ഭീഷണിയും ഇസ്രായേൽ മുഴക്കിയിരുന്നു. ഏറ്റവും ഒടുവിലായി ഇറാന്റെ ഇന്റലിജൻസ് മേധാവിയെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു. ഇതിനിടെ ഖമേനിയെയും വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ ശ്രമം തടഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നുമാണ് പുറത്തുവന്ന റിപ്പോർട്ട്. ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി കഴിഞ്ഞ ദിവസങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞെന്നാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വെക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുത്തെന്നാണ് രണ്ട് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഖമേനിയെ വധിക്കാൻ അവസരമുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. ഇക്കാര്യം US മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചെങ്കിലും ട്രംപ് തള്ളിക്കളഞ്ഞു. US ഫോക്സ് TVയുമായുള്ള അഭിമുഖത്തിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിസമ്മതിച്ചു. ഇറാനെ ആക്രമിക്കും മുൻപ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരവെ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു. ചർച്ചകൾ പിന്നണിയിൽ പുരോഗമിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് പോസ്റ്റിലൂടെ പറഞ്ഞു. ഇറാനും ഇസ്രായേലും ഒരു ഡീൽ ഉണ്ടാക്കേണ്ടതുണ്ട്, അതുണ്ടാക്കും എന്നാണ് ട്രംപ് കുറിച്ചത്. മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉടലെടുത്തപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഡീൽ ഉണ്ടാക്കാൻ തന്റെ ഇടപെടൽ വിജയകരമായിരുന്നുവെന്ന അവകാശവാദത്തോടെയാണ് ട്രംപ് ഇക്കാര്യം പറയുന്നത്. തന്റെ നേതൃത്വത്തിൽ സെർബിയ കൊസോവോ സംഘർഷം അവസാനിപ്പിച്ചെന്നും ട്രംപ് പറയുന്നു. നൈൽ നദീജല തർക്കത്തിൽ ഈജിപ്തിനും എത്യോപ്യയ്ക്കും ഇടയിൽ സമാധാനം സ്ഥാപിക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഈജിപ്തും എത്യോപ്യയുമാണ് മറ്റൊരു കേസ്. നൈൽ നദിയുമായി ബന്ധപ്പെട്ട വലിയ അണക്കെട്ടിനെ ചൊല്ലിയുള്ള സംഘർഷം. എൻ്റെ ഇടപെടൽ കാരണം ഇപ്പോൾ അവിടെ സമാധാനമുണ്ട്, അത് അങ്ങനെ തന്നെ തുടരുമെന്നാണ് ട്രംപ് കുറിച്ചത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ നിരവധി യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കും. നിരവധി ഫോൺ കോളുകളും കൂടിക്കാഴ്ചകളും നടക്കുന്നുവെന്നാണ് ട്രംപ് കുറിച്ചത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒന്നിൻ്റെ ക്രെഡിറ്റ് ലഭിക്കാറില്ല, കുഴപ്പമില്ല, ജനങ്ങൾക്ക് മനസ്സിലാകും എന്ന് ട്രംപ് കുറിച്ചു. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകവെ ഇറാനെതിരെ പരസ്യ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്, എങ്കിലും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയോ കക്ഷി ചേരുകയോ ചെയ്യില്ല എന്നാണ് ട്രംപ് നേരത്തെ അറിയിച്ചത്. അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുക്കുന്നതിലെ കടുത്ത ആശങ്കയിലാണ് ഇന്ത്യയും. സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്കിടെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അറിയിക്കും. ഇസ്രായേലിലെയും ഇറാനിലെയും ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകി. വലിയ യുദ്ധമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം മാറുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യ. ഇറാൻ വ്യോമമേഖല അടച്ചതുപോലും ഇന്ത്യയെ ബാധിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയോടും ഇക്കാര്യം പറഞ്ഞു. സുഹൃത്ത് രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് ചർച്ചയ്ക്കുള്ള പിന്തുണ നൽകാൻ തയ്യാറാണെന്നും ഇന്ത്യ അറിയിച്ചു. G7 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നാളെ യാത്ര തിരിക്കും. ഉച്ചകോടിയിലും കൂടുതൽ ചർച്ച പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ചാകും. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കളെയും മോദി കാണാനിടയുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷം തീർക്കണമെന്ന നിലപാട് ഇന്ത്യ അറിയിക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ കൂടെ നിന്ന് ഇസ്രായേലിനെ പിണക്കാതെയും ഇറാനെ തള്ളാതെയും നിൽക്കുക എന്ന വെല്ലുവിളിയാണ് ഇന്ത്യക്കുള്ളത്.